വിളിച്ച് പറയുക ഇതുപോലൊരു മോനെ ഇവിടെ ജനിച്ച് ഇതുപോലെ ആക്കിത്തരാമെങ്കിൽ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. ചുമ്മാ വിടുവാടിക്കുമല്ല, കൊടുക്കും. വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിലില്ല ഇപ്പം ഇതുപോലെ പറഞ്ഞു ഇവിടെ ജനിച്ച മോൻ ആക്കി തരാമെങ്കിൽ ഞാൻ ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. എൻ്റെ മോനെ അത് ഞാൻ വെല്ലുവിളിക്കുക. 110 കിലോ ഉണ്ട്, ഞാൻ തൂക്കി വെക്കുന്ന, ചുമ്മാ പറയുകയല്ല. ഇവിടെ വന്ന് മിനിഞ്ഞാന്ന് വന്ന ഒരാൾ പണ്ടാൻ പണി ഇല്ലെന്ന് ഞാൻ തൂക്കി നിർത്തിയേക്കുന്നവനാ. എൻ്റെ എടുപ്പുണ്ടോ? ഇവിടെ ജനിച്ച മോനാ തള്ളക്ക്. ചുമ്മാ അല്ല, ഇതുപോലെ ആക്കി തരണമെങ്കിൽ ഇത് താവതിരിക്കണം. കണ്ടോ? ഇതാ ആട് പറഞ്ഞല്ലേ. മക്കളെ ഏതാമ്പരിപ്പ് ചെയ്തപ്പോഴാ ഒഴുക്കുന്നത് കഴിക്കാൻ. ഇപ്പൊ തീർന്നു, നീ കൊണ്ടുവരണം. എൻ്റെ എത്ര രൂപ പോയെന്നറിയോ? 6.25 ലക്ഷം രൂപ എൻ്റെ ഇരുന്നാണ്. എനിക്ക് പുതിയ കൊണ്ടുവരാതിരിക്കുന്ന ഒരാടിന് 40,000 രൂപ വിലയാണ്. ഒരാടിൻ്റെ വില അവിടെ രാജസ്ഥാനിൽ. പഞ്ചായത്തിൽ നിന്ന് പൈസ തരാമെന്നും പറഞ്ഞ് 2.5 ലക്ഷം രൂപ മുടക്കി തറയെല്ലാം പറത്തി ഇത്രയും ഷെഡ് ഉണ്ടാക്കി. ഇപ്പം ചെന്നെ എന്നോട് ചോദിക്കും ആര് പറഞ്ഞു ചെയ്യാനെന്ന്. 10 പൈസ തരത്തില്ല. ഇത് അതിഥികളാണ്. ഫ്രീ ആയിട്ട് തന്നാൽ 3 കുട്ടി. ഈ 3 കുട്ടികളെ തള്ളി കേട്ടു. പോന്ന് ഇതിനെ 2 മേടിച്ചാ അത് പറയാ ഇല്ലാത്തതുകൊണ്ട് അതിനെ ക്രോസിങ്ങിന് നിർത്താൻ വേണ്ടി മേടിച്ചിട്ട് അവനെ കൊടുക്കത്തില്ല. അവനെ അഞ്ജലിന്ന് മേടിച്ചു. അഞ്ജലിന്ന് ചന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ ആടെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു മോനെ, ഇതുപോലെ ഇവിടെ ജനിച്ച ഒരു മോനെ ഇതുപോലെ വളർത്തി ആക്കി തരാമെങ്കിൽ ഞാൻ ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കും. 110 കിലോ ഉണ്ട്. എല്ലാവരും പറയില്ലെന്ന്. തൂക്കി നോക്കും. ഞാൻ തൂക്കി നോക്കുന്ന വെച്ചേക്കുന്ന ആളാണ്. ഇപ്പം ഇച്ചിരി കുറവാണ്, 5 കിലോ കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കും. ഞാൻ കള്ളം പറയുകയല്ല, ഇതിനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കും. ആക്കി തരണം. ഈ പറയുന്നവരൊന്ന് പിന്നെ ഇവിടെ ജനിച്ച കുട്ടിയെ തള്ളക്ക് ജനിച്ച മോനെ ഇതുപോലെ ആക്കി ആക്കിയിട്ട് പറ. വെളിയിൽ നിന്ന് കൊണ്ടുവന്നാൽ എനിക്കറിയാം. വെളിയിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്നാൽ അന്നേരം എനിക്ക് കാണുമ്പോഴേ അറിയാം. പറ്റത്തില്ല, പറയാൻ മനസ്സില്ല. ഞാൻ ചുമ്മാ പറയുന്ന കാര്യമല്ല. ഇച്ചിരി കഴയ്ക്കും. അതുപോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റിയുള്ള ആടിന് വില ഇപ്പം പുതിയ കൊണ്ടുവരാതിരിക്കുന്ന ഒരാടിന് 40,000. രാജസ്ഥാനിൽ അജ്മീറിൻ്റെ അവിടുന്ന് 30 കിലോമീറ്റർ പോകണം. പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നു. പറയാൻ മനസ്സില്ല. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. പ്രൊഫസറുടെ നമ്പരും വേണേലും തരാം. വിളിച്ചു ചോദിച്ചു. അപ്പോൾ അറിയാം. ഇപ്പോൾ ദുബായിൽ നിന്ന് ഒരാൾ വരാതിരിപ്പുണ്ട്. ഞങ്ങൾ ജൂണിലേക്ക് പോകും. അപ്പോൾ ട്രെയിനെ 2 എണ്ണത്തിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് എനിക്ക് പരാജയം പറ്റുന്നത്. അതിന് ഞാൻ അണ്ണനോട് ചോദിച്ചു അഞ്ചലിലെ അഴിച്ചയോട് കൊണ്ടുതരാൻ പറ്റുമോ എന്ന്. നമ്മൾ മേടിച്ച് അവർ പറയുന്ന സ്പോട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് വണ്ടിയെ നമ്മളും വരും. ഒരാടിന് എത്ര രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കൊടുക്കും. ഇതുപോലൊരു മോനെ ആക്കിത്തരണ പണി ഇച്ചിരി പെടണം. ശരിയാക്കി മോൻ ഇതാ തോലിഞ്ഞോട്ടൊക്കെ ഉണ്ടോ? അവിടെ പിടിച്ചോ. ഇല്ല, അവിടെ നിന്ന്. ഇതാണ് ഇവിടുത്തെ രാജാവ്. അതെ ശരിയാക്കി. ഇവിടെ ജനിച്ച മോനാ. ഇതിപ്പോ 4. ഇതോ ഇതവന്റെ ജീവിതകാലം വരെ ഇവിടെ കിടക്കും, മരണം വരും. ഞാനല്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകണം. കണ്ടില്ലേ? അപ്പൊ നോക്കി ഇവിടെ ജനിച്ച മക്കളെ ഇതിനെ അവിടെ അണ്ടു എന്നാ പറയും. അണ്ടു 1 ലക്ഷം രൂപ മേലെ അവിടെ വില കൊടുക്കും. പറഞ്ഞ മനസ്സിലായി? എന്ന് കൊടുക്കത്തില്ല. വിൽക്കാനുള്ളതല്ല. ഇപ്പൊ ക്രോസിംഗ് ഇല്ല, കുറവാ. എന്നാലും ചാപ്പാട് കൊടുത്തിട്ടേക്കോ. ഇതുപോലെ ഒരു ആടിനെ ചിലവിടെ ആടിനെ കൊണ്ട് കൊടുക്കട്ടെ. നല്ല വില കൊടുക്കേണ്ടി വരും. ആടുണ്ട് മോനെ. അവിടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളുണ്ട് രാജസ്ഥാനിൽ. പക്ഷെ അതിന് വില കൊടുക്കണം. ഇല്ല, ലക്ഷങ്ങളൊന്നുമില്ല. ഇപ്പം ഇവിടെ നമ്മൾ 10 കൊടുക്കുന്ന അവിടെ ഒരു 15 കൊടുക്കുന്ന അവിടെ നമുക്കൊരു 10 രൂപയ്ക്ക് കിട്ടും. 1 വയസ്സ് കഴിഞ്ഞു. എന്നാടാ ഇതാണ് ഒറിജിനൽ ഷെയറാ വീറ്റൽ. കണ്ടില്ലേ? ചില തോലിഞ്ഞെടുത്തോളൂ. ഒരു ശകലം തോല അവിടുന്ന് എടുത്തുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞാൽ മുട്ടറാം. കണ്ടോ? അവിടെ ഫോട്ടോ എടുക്കട്ടെ. മക്കളെ ഫോട്ടോ എടുത്തു. കഴിച്ചോ. അവിടെ കഴിച്ചോ. ഉണ്ടോ? ഇതുപോലെ ആക്കിത്തരാൻ ഞാൻ പറയുന്ന ജോലി ചെയ്ത് തരും. എന്നെ കുറ്റം പറയുന്നവർ പലരും ഇതുപോലെ ആക്കി തരട്ട് വളർത്തി. ഞാൻ വളർത്തുക എന്നെ ഇറച്ചിക്ക് കൊടുക്കാനല്ലോ. അല്ല, 2 മെത്തേഡുണ്ട്. ആരെയും കുറ്റം പറയത്തില്ല. വളർത്തുകാർക്ക് കൊടുക്കുമ്പോൾ ഒറിജിനൽ സാധനത്തിനെ കൊടുക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ല വേറെ ഞാൻ ആരെയും കുറ്റം പറയത്തില്ല.
ഇവിടെ വിൽക്കത്തില്ല. ആ ഇവിടെ കല്ലറയുണ്ട്, അറിയാം, കള്ളമല്ല, മരിച്ചാൽ അധികം അടക്കും. ആ വിറ്റുള്ള കാശ് എനിക്ക് വേണ്ട, എനിക്കൊന്നും ഇല്ല മക്കളെ. പറഞ്ഞ മനസ്സിലായി? കിട്ടുന്ന എല്ലാം ഇതിന് കൊടുക്കുക. വണ്ടി കേട്ടെ, ഇതാണ് പണി കിട്ടാതെ എടുത്തോ. അടുത്ത് പോയി ഇനിയും പോര്, അടുത്ത് പോര്, ഇനിയും പോര്. ഇനി വരത്തില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് മൈലം, ഇവിടുത്തെ സ്റ്റണ്ട് വീര്. സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ആടാക്കാം. ഈ കൊമ്പ് 4 കളറുണ്ട്. വാ, ഇറങ്ങി വാ, പെട്ടെന്ന് വാ, എനിക്ക് നിർത്തണം പരിപാടി. 4 കളറായി കൊമ്പിന്, കണ്ടോ? വേണേ ഇച്ചിരി കൂടെ അടുത്ത് നിന്നു. സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ആടാ. ഇടിച്ച് പപ്പടമായി കളി. കൈനീളം വരും കൊമ്പ്. ഇത് കിളിച്ച് ട്രിൽ ചെയ്ത് മൂക്കും കൂത്തണം. ഈ ഇടിക്കുന്നുണ്ട്. മനസ്സിലായി? ഞാൻ ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഈ പിടി പിടിയില്ല. അതിൻ്റെ അനവസ്ഥ ഇവിടെ ഇപ്പം ഉണ്ട്. ഫോണും ഒക്കെ പോയി. മൈലം കെട്ടിക്കട്ടെ. അവനെ ഇവിടെ മലബാറി പിന്നെ ആൺകുട്ടിയില്ല, അപ്പോൾ അവനെ നിർത്തിയാക്കാനാ. ഒരെണ്ണത്തിനെ കൊടുക്കും. ഈ ഫ്രീ ആയിട്ട് തന്നവർക്ക് ഒരു മുട്ടൻകുട്ടിയെ കൊടുക്കണം. കണ്ടില്ലയോ കുഞ്ഞുങ്ങളെ കണ്ടു? ഒരു പ്രസവത്തിൽ 5 കുട്ടി, 2 എണ്ണം അവരെ വീട്ടിൽ കിടന്ന് ചത്തുപോയി. പത്തനംതിട്ട അണ്ണന്മാർ വന്നു. അവരെ സത്യം പറഞ്ഞാൽ അവർ കൊന്നു തിന്നാ. അവർ കൊന്നു തിന്നാ. കുഞ്ഞിലെ തള്ളയെ വളർത്തിക്കൊണ്ട് അവർ കൊല്ലാൻ കൊടുക്കത്തില്ല. അങ്ങനെ ഇവിടെ കൊണ്ട് തന്നെ കാല് പുഴുത്ത് ഞാൻ റെഡിയാക്കി എടുത്തു. അവർക്ക് ഇനി ഒരു മുട്ടൻകുട്ടിയെ കൊടുക്കണം. ആ മക്കളുമാരായത് കണ്ടില്ലയോ എലി പോലെ. എൻ്റെ ആടും ഈ തന്നെ ആനയാടും വെള്ളം വ്യത്യാസം. വാ, അടുത്ത വരുന്നു. ഇവിടുത്തെ വാ. പിന്നെ നമ്മുടെ വേലിയാടുകളാണ് ഇത്. കണ്ടില്ലേ? വേലിയാടിനെ നിൽക്കണം. കളർ കണ്ടോ? എനിക്ക് കണ്ടോ? ഇതുപോലെ ആടിനെ കൊടുക്കട്ടെ, പറയുന്ന ജോലി ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വളർത്തുക, ഇറച്ചിക്ക് കൊടുക്കാനല്ല. അത് രണ്ടും 2 വ്യത്യാസമുണ്ട്. ഡബ്ബ ബീറ്റലിനെ കാണിച്ചു തരാം. ഒറിജിനലാണെന്നോ നോക്ക്. ഇവിടെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്ന പുനലൂർ ഇടത്തറയെന്ന് ഒരു കോണ്ടാക്ട്. അദ്ദേഹത്തിന് കൊടുക്കാൻ നേരം വിൽക്കുവാൻ നമ്പർ സാറേ എനിക്ക് തരണേ, അങ്ങനെ തന്ന. നോക്ക്, ബീറ്റല. ഈ ചുണ്ട് കണ്ടോ? കത്ത ചുണ്ട് കണ്ടോ? ഈ രണ്ടാമത്തെ ചനയാ ഇവിടെ ക്രോസ് ചെയ്ത് നിർത്തിയ. ഈ ആടിനെ ഫ്രീ തന്നെ ഇതെടുന്ന് എടുത്തു. കാല് പുഴുത്ത് തന്ന ഈ തള്ളയാടിന്. പത്തനംതിട്ട അണ്ണന്മാരുടെ വീട്ടിൽ നിന്ന് അതിൻ്റെ 3 കുട്ടികളും തള്ളയും കൂടെ ഫ്രീ തന്നായിരിക്കും. പിന്നെ നമ്മുടെ കുട്ടികളെ നിൽക്കുന്ന കണ്ടില്ലേ, കുട്ടന്മാർ. ക്രോസിങ്ങിന് നിർത്തിയേക്കുള്ള കുട്ടിയാ. ഇങ്ങോട്ട് മാറ, ഇങ്ങോട്ട് മാറി. കണ്ടോ? കളർ കണ്ടോ? കാശ് കൊടുക്കണം. 3.5 മാസം കുട്ടിയായത്. പിന്നെ എൻ്റെ കുഞ്ഞുകുട്ടി 1.5 മാസം. കേൾക്കണ്ടോ? ഇവനാണ് ബ്ലാക്ക്. ഇതാ ഒറിജിനൽ ബ്ലാക്ക്. ഇത് ഷേരാ ബീറ്റൽ. ഇതിനാണ് ഷേരാ ബീറ്റൽ എന്ന് പറയുന്നത്. അല്ല വേറെ ഏതെങ്കിലും എടുത്ത് കാണിച്ചിട്ട് ഷേരാ ബീറ്റൽ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരല്ല. ഇത് കണ്ടോ? പെൺകുട്ടിയാ. ഇതിനെ ഒരാള് അഡ്വാൻസ് തന്നിട്ടേക്കുക. മേടിച്ചില്ലേ? ആണോ? എടുക്ക. ഇവിടെ നിന്ന് എടുത്തേ. കണ്ടോ? പെൺകുട്ടിയാ. കളർ കണ്ടോ? ഷേരാ ബീറ്റലിന്റെ. ഇത് നമ്മളെ മലബാരിയുടെ പെൺകുട്ടി. 1.5 മാസമായ കുട്ടിയാ ഈ കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പഴയ ആടുകളാണ്. വേലിയാടും ഷേരാ ബീറ്റൽ. കളർ നോക്ക്. ആ കുട്ടിയും കൂടെ നോക്ക്. പിന്നെ അവൻ്റെ ഇവിടെ മോനാ പശുവിലത്തെ അത്. പിന്നെ കരോളി ഇപ്പോൾ കുറവാ, പോയി കൊണ്ടുവരണം. അദ്ദേഹം വരാനുണ്ട്. ഇത് കണ്ടോ കരോളി, എൻ്റെ മക്കളെ. ഇവിടെ 2 കുട്ടി കൊമ്പടിഞ്ഞു പോയി. കുട്ടികൾ കൊടുക്കാനില്ലാത്ത പാടേ ഉള്ളൂ. 59 ഇപ്പം 60, 62 കുട്ടിക്കാണ് ഓർഡർ. ഈ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് 4 സിരോഗിയെ ഇടപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൊണ്ടുവരാൻ സാമ്പത്തികമില്ല. പലരും വിളിച്ചിട്ട് പറയും, വിളിക്കും, ഒരിടത്തിടാൻ പോയതാ അടൂര്, പറയുന്ന പോലെ ഒന്നും കേൾക്കത്തില്ല. ഞാൻ ഇനി പിന്മാറി.
കാര്യം നമ്മൾ പറയുന്ന പോലെ ചെയ്യത്തില്ല, പിന്നെ എന്തോ കാര്യങ്ങൾ. കുറെ ആടിനെ കൊണ്ടൊക്കെയിട്ട് കഥയില്ല. അതിന്റെ കാര്യങ്ങൾ ആദ്യം പറയുന്ന മനസ്സിലാക്കുമ്പോൾ അവർ മനസ്സിലാക്കണം. പിന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പൈസ മുടക്കാമെന്നും പറയും. കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം പറയും. പൈസ മുടക്കാൻ താല്പര്യമുള്ളവർ ഈ പത്തനംതിട്ട ജില്ലക്കകത്ത് എൻ്റെ കൂടെ ചതിവ് ഉണ്ടായിരുന്നു. എനിക്കതേ ഉള്ളൂ. പറയുന്ന കാര്യം, ആടിനെ വളർത്തുമ്പോൾ അതിൻ്റെ വേണ്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പൈസ മുടക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു നഷ്ടവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നഷ്ടമാണ്. കാരണം പറഞ്ഞാൽ എനിക്കന്ന് വിൽപ്പനയും കാര്യമില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുട്ടികളില്ലാത്ത വടയേ ഉള്ളൂ കൊടുക്കാൻ. ഇഷ്ടം പോലെ എന്നോട് മതി. അതെന്തുകൊണ്ട് എന്താ ആൾക്കാർ ഇവിടുന്ന് മതി കുട്ടിയെ. ഞാൻ കളിപ്പിക്കില്ല, ഒറിജിനൽ കുട്ടിയെ കൊടുക്കത്തുള്ളൂ. അതും 4 മാസം കഴിയാതെ ഒരു കുട്ടിയെ ഇഷ്യൂ ചെയ്ത് കൊടുക്കത്തുമില്ല. പിന്നെ കൊണ്ടുപോയിട്ട് നോക്കാതെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഇതുപോലുള്ള തള്ളമാരുടെ മക്കളെ അങ്ങോട്ട് കൊടുക്കുന്നത്. 4 മാസമാകുമ്പോൾ ആ കുട്ടി എത്ര കിലോയുണ്ട് മുമ്പേ കാണിച്ച മുട്ടൻ ഇവിടെ ക്രോസിങ്ങിന് നിർത്താൻ വെച്ചേക്കുന്നു? 30 കിലോ മേലില്ലേ? ഇല്ലയോ? ഞാൻ വേണേ തൂക്കി കാണിക്കാം. ത്രാസുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് പൈസ തരണ്ട. അവനെ കൊടുക്കാനുള്ളതല്ല. ഇതെല്ലാം ഞാൻ മേടിച്ചാൻ പറഞ്ഞില്ല അഞ്ചലിൽ നിന്ന് കൊണ്ടുവന്ന. അതുപോലെ ഇവനെ ഇത് കണ്ടില്ലേ, ഈ എടുപ്പ് കണ്ടോ? ഇവിടെ ഒറ്റ ഒരിടത്തില്ല. തിരുവയുടെ മുട്ടൻ ഉണ്ടെങ്കിൽ പറയട്ടെ, ആരെല്ലാം എടുത്തുണ്ടെങ്കിൽ. ഇവനെ അണ്ടു എന്നാണ് വിളിക്കുന്നത് രാജസ്ഥാനി. അണ്ടു 4 വയസ്സായി. ഞാൻ എൻ്റെ മോനാ. എൻ്റെ മക്കളാ. ഇവരെല്ലാം എൻ്റെ മക്കളാ. ഒരാളെ പൈസയ്ക്ക് വേണ്ടി ചതിച്ച് ഞാൻ വിടത്തില്ല. ചതിച്ചു വിട്ടാൽ പിന്നെ എൻ്റെ പേര് പോയി. ഈ കിട്ടിയ പേര് എനിക്കുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ആ പേര്. ഇവരെല്ലാം കൂടെ ചാനലുകാരാണ് നന്നേ. അത് കണ്ടിട്ടാണല്ലോ ആൾക്കാർ എന്നെ വിളിക്കുന്നത്. അത് ഞാൻ ഒരിക്കലും പാഴാക്കി കളയത്തില്ല. ചതി ചെയ്ത് ഒരൊറ്റ ആടിനെ കൊടുക്കത്തില്ല. കൊള്ളാത്തനെ കൊണ്ടുകൊണ്ടാന്ന് തന്നെ പറയും. അതുപോലെ ഇവിടുന്ന് തള്ളമാരെ കൊടുക്കില്ല. കുട്ടികളെ മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ 4 മാസം കഴിഞ്ഞ് ഒരു കുട്ടിയെ കൊടുക്കത്തുള്ളൂ. ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട്. പക്ഷേ എനിക്ക് സാമ്പത്തികമില്ല കൊണ്ടുവരാൻ. അതേ ഉള്ളൂ. ഞാൻ ആരെയും ചതിക്കത്തും പറിക്കത്തൊന്നുമില്ല. പിന്നെ ഏതാൻ പരിപ്പ് ഈന്തപ്പഴം കൊടുക്കുന്നു. ഈ പിന്നെ കൊണ്ട് കൊടുക്കുന്നവർ ഇതെല്ലാം ഒന്ന് ഇച്ചിരി കഴിക്കും. ഞാനെന്നും പറഞ്ഞ് ഞാൻ ഈ ബദാം പരിപ്പ് ഈന്തപ്പഴം കൊടുക്കുന്ന കാശുണ്ടായിട്ടല്ല. ഈ മുട്ടന്മാർക്ക് മീനെണ്ണ മുട്ട ഇത് കൊടുത്ത് വളർത്തത്തില്ല. പറഞ്ഞ മനസ്സിലായി? ഇതേ ഈ 2 കൊടുക്കും ഡെയിലി. ഒത്തിരി ഇല്ല, ഈ 2 മുട്ടന്മാർക്ക്. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ വരയ്ക്കും 3 മാസം കൂടുമ്പോൾ മരുന്ന്. പിന്നെ ടോണിക്ക്. കണ്ട കുട്ടി വരുന്നത് കണ്ടോ? ഷേരാബിറ്റിൻ്റെ കുട്ടിയെ കണ്ടോ? ഈ കുട്ടിയൊക്കെ ഒരു 4 മാസം കഴിഞ്ഞ് ആപത്തൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കാണാം. എങ്ങനെ ഉണ്ടോ? കണ്ട് ഇവൻ എത്ര കിലോ ഉണ്ട്? 30 കിലോ മേലില്ലേ കുട്ടി? ഉണ്ടോ? 3.5 മാസമായ കുട്ടിയാ. ചുമ്മാ പറയുകയല്ല. അത് പിന്നെ ബ്രീഡാ. ബ്രീഡിന് വെളി കാശ് കൊടുത്തേ പറ്റും. ചുമ്മാ പറഞ്ഞിട്ട് 250-നും അല്ലെങ്കിൽ 240-നും 30-നും കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല.